نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കോരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു മയ്യത്ത് നമസ്കാരം, ആ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് മരണപ്പെട്ട യുവതിയുടെ ഭർത്താവാണ്. മയ്യത്ത് നമസ്കാരത്തിന് എത്തിച്ചേർന്ന ആളുകളോടായി ആ വ്യക്തി പറഞ്ഞ വാചകങ്ങൾ ഇപ്രകാരമായിരുന്നു: ഒരാൾ മരണപ്പെടുമ്പോൾ അയാളെ സംബന്ധിച്ച് അവരുടെ ഭർത്താവ് പൂർണ്ണ സംതൃപ്തിയുള്ളവനാണെങ്കിൽ അവൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ മരിച്ചു കിടക്കുന്ന എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ ഭർത്താവെന്ന നിലയിൽ ഞാൻ പൂർണ്ണ സംതൃപ്തിയുള്ളവനാണെന്ന് ഇടറാത്ത ശബ്ദത്തിൽ ഒരാൾ പറഞ്ഞ ഒരു വാചകത്തിന് നേരിട്ടോ അല്ലാതെയോ സാക്ഷികളായ ആളുകളായിരിക്കാം ഇവിടെയുള്ള ആളുകൾ. പ്രിയപ്പെട്ടവരെ, മരണം ആരെയും വിശുദ്ധരാക്കുകയില്ല. മരണത്തിന് മുമ്പുള്ള ആയുസ് ഏത് രൂപത്തിലാണ് ഒരാൾ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയത് അതാണ് അടയാളമായി ബാക്കിയാവുക. അവിടെ സോലിഹായി ജീവിച്ച് സോലിഹായി മരണപ്പെടാൻ സാധിക്കുക എന്നത് ഏതൊരാളുടെയും ജീവിതത്തിൻ്റെ വലിയ ഒരു പ്രാധാന്യമുള്ള മേഖലയാണ്. ഞാൻ ഈ സംഭവം പറഞ്ഞത് നമ്മുടെയൊക്കെ നാടുകളിൽ, കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ പലപ്പോഴും പല ഭർത്താവിനും ഭാര്യയെക്കുറിച്ച് പറയാൻ കഴിയാത്ത, പല ഭാര്യമാർക്കും ഭർത്താവിൽ നിന്ന് കേൾക്കാൻ സാധിക്കാത്ത ഒരു വാചകമായിരുന്നു ആ മയ്യത്ത് സാക്ഷി നിർത്തി ജനാസ നമസ്കാരത്തിന് എത്തിച്ചേർന്ന ആളുകളോട് ആ ഭർത്താവ് പറഞ്ഞിരുന്നത് എന്നാണ്. ദാമ്പത്യം, കുടുംബം, വിവാഹം എന്നതെല്ലാം ഇസ്ലാം വലിയ പ്രാധാന്യത്തോടു കൂടി പരിചയപ്പെടുത്തിയ കാര്യങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ വീട്ടിൽ അസ്വസ്ഥതകളും കല്ലുകടിയും തർക്കവിതർക്കങ്ങളും മാത്രമാണ് എങ്കിൽ ലോകത്തുള്ള ഏതൊരു ജയിലിനേക്കാളും അസഹ്യം അങ്ങനെ ഒരു വീട്ടിൽ, അങ്ങനെ ഒരു കുടുംബ തണലിൽ ജീവിക്കുക എന്നതാണ്. ചില ആളുകൾ അങ്ങാടികളിൽ, പള്ളികളിൽ സമയം ചെലവഴിക്കുമ്പോൾ വീട്ടിലേക്ക് എത്ര ലേറ്റായി പോകാൻ പറ്റുമോ എന്ന് നോക്കാറുണ്ട്. വീട്ടിൽ പോയാൽ
പിന്നെ സുഖകരമല്ലാത്ത സംസാരങ്ങളും വർത്തമാനങ്ങളുമാണ്. വീട്ടിൽ പോയാൽ ഒരു സമാധാനവുമില്ല എന്ന് പറയുന്ന ഭർത്താക്കന്മാർ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവ് വീട്ടിലേക്ക് വന്നാൽ വീട്ടുകാർക്ക്, മക്കൾക്ക്, വീട്ടുകാരിക്ക് പിന്നീട് അസ്വസ്ഥതകളുള്ള സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല വീട് ഏതൊരാളുടെയും സ്വപ്നമാണ്. ഒരു നല്ല ഇണ, ഒരു നല്ല മക്കൾ, നല്ല മാതാപിതാക്കൾ, നല്ല ജ്യേഷ്ഠ സഹോദരി സഹോദരന്മാർ ഇതുണ്ടാവുക എന്നത് ജീവിതത്തിലെ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. അവിടെ ഒരു കുടുംബത്തിൻ്റെ താളം നിലനിർത്തുന്നതിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ ദൗത്യങ്ങളുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഒരു വീട്ടിൽ ഒരു നല്ല ഭാര്യയുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ നല്ല സഹോദരിയുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ നല്ല പെൺകുട്ടിയുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ നല്ല ഉമ്മയുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ നല്ല അമ്മായിമ്മ ഉണ്ടെങ്കിൽ, ആ വീട്ടിൽ ഒരു തണലായി, വീട്ടിലുള്ളവർക്ക് കുളിരായി, ആശ്വാസമായ ഒരു കേന്ദ്രമായി അത് നിലനിൽക്കുമെന്നതാണ്. ആ രൂപത്തിൽ നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ പെൺമക്കളെ ഒരു നല്ല ഭാര്യയായി, ഒരു നല്ല ഉമ്മയായി വാർത്തെടുക്കുക എന്നത് കുടുംബത്തിലുള്ള രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. മാർക്കറ്റിൽ പോയി ഒരു നല്ല ഭാര്യയെ തെരഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് ഒരു നല്ല ഭാര്യ എന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞാൽ ഒരു നല്ല ഭാര്യയാകണമെന്നില്ല. കൂട്ടുകാരോട്, എൻ്റെ കൂട്ടുകാരോട് എൻ്റെ ഉമ്മ സ്നേഹത്തോട് പെരുമാറുന്നത് കാണുമ്പോൾ ആ ഉമ്മയുടെ മകനായ നീ എത്ര ഭാഗ്യവാനാണെന്ന കൂട്ടുകാരുടെ വാചകങ്ങൾ കേൾക്കുമ്പോഴും ഉമ്മയിൽ നിന്ന് സാന്ത്വനത്തിന്റെ വാക്കുകൾക്ക് പകരം കുത്തുവാക്കുകൾ മാത്രം കേൾക്കേണ്ടി വരുന്ന മക്കളുടെ വേദനകളുടെ നൊമ്പരങ്ങൾ ചില ആളുകൾ പങ്കുവെക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടാവണം. അവിടെ ഇതൊരു ജുമാ ഖുതുബയാവുമ്പോൾ ഭാര്യമാര് മാത്രമല്ല, പുരുഷന്മാരും പ്രായപൂർത്തിയായവരും വിവാഹിതരും വിധവകളും പലരും ഇത് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നാം തിരിച്ചറിയണം, ഒരു വീട്ടിൽ നല്ല ഒരു ഭാര്യയുണ്ടാവണം, നല്ല ഒരു സഹോദരിയുണ്ടാവണം. അവിടെയാണ് ആദർശ പിതാവ് ഇബ്രാഹിം നബി അലിഹിസ്സലാമിന്റെ ഭാര്യ ഹാജറ ബീവിയുടെ ചരിത്രം ഉജ്ജ്വലമായി നിലനിൽക്കുന്നത്. ഇസ്ലാമിക ചരിത്രങ്ങളെ സംബന്ധിച്ച് പൊതുവായി നമ്മൾ തിരിച്ചറിയേണ്ടത് ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റാ ലിഉലിൽ അൽബാബ്. ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ സുഖമുള്ള ഓർമ്മകളെ താലോലിക്കാനുള്ള കേവലമായ ആഖ്യാനങ്ങളല്ല. വായനക്കാരന്റെ, കേൾവിക്കാരന്റെ മനസ്സുകളിലും കണ്ണുകളിലും കുളിര് പകരുന്ന, വികാര പടർച്ച നൽകുന്ന കേവലമായ അക്ഷരവായനകളല്ല. അതിനപ്പുറം നമ്മുടെ ജീവിതത്തിലേക്കുള്ള ആവേശകരമായ ഗുണപാഠങ്ങളായി മാറണമെന്നതാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ആ നിലക്കാണ് വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും പരിചയപ്പെടുത്തുന്ന ഓരോ ചരിത്രങ്ങളെയും നമ്മൾ കേൾക്കേണ്ടത്. കേട്ടു പോവുക എന്നതല്ല, കേട്ട് ആവേശഭരിതരാവുക എന്നതല്ല, നമ്മുടെ ജീവിതങ്ങളിലേക്ക് അതിൻ്റെ ഗുണപാഠങ്ങളെ എത്തിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഹാജറ ബീവിയുടെ ചരിത്രത്തിന്റെ 3 മേഖലകളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഹാജറ ബീവിയുടെ പ്രത്യേകത, അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശമുണ്ടെങ്കിൽ അത് പൂർണ്ണമായി തർക്കമില്ലാത്ത മനസ്സോടെ സ്വീകരിക്കുവാനുള്ള ഒരു വിശാലമായ ഈമാനിക കരുത്ത് ഹാജറ ബീവിക്കുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ചരിത്രത്തിൽ നമ്മൾ കേട്ടുപോയതാണ്, ആരാരുമില്ലാത്ത മക്കയുടെ മണ്ണിൽ ചോരപ്പൈതലിനെയും ഭാര്യയെയും തനിച്ചാക്കി ഇബ്രാഹിം നബി നടന്നു നീങ്ങുമ്പോൾ ഹാജറ ബീവി ഭർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലാഹു അമറക ബിഹാദാ. ഇബ്രാഹിം, ഞങ്ങളെ ഇവിടെ ഇട്ടേച്ചു പോകുന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ, അതെല്ലാം അള്ളാഹു കൽപ്പിച്ചത് കൊണ്ടാണോ? ഇബ്രാഹിം നബിയുടെ മറുപടി, നഅം, ഇത് ദൈവീക കൽപ്പനയാണ്. ആ സമയത്ത് അവർ പറഞ്ഞ വാചകം, ഇദൻ ലാ യുളയ്യുന, ഇത് അള്ളാഹ് പറഞ്ഞതാണോ എങ്കിൽ എനിക്ക് സങ്കടമില്ല, എങ്കിൽ എനിക്ക് പരാതിയില്ല. അള്ളാഹ് പറഞ്ഞതാണോ ഞാനത് സ്വീകരിക്കാമെന്ന് പറഞ്ഞ തവക്കുലിന്റെയും സമർപ്പണത്തിന്റെയും ജീവിത മാതൃകയായിരുന്നു ഹാജറ ബീവിയുടെ ചരിത്രത്തിലുണ്ടായത്. അള്ളാഹ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്ത് ജീവിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രതീക്ഷ
പ്രതീക്ഷയോട് കൂടി ജീവിക്കാം എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് സഫാ മർവക്കിടയിൽ ദാഹജലത്തിന് വേണ്ടി പാഞ്ഞു നടക്കുവാൻ ഹാജറ ബീവിക്ക് ശക്തിയുണ്ടായത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിവിധ പ്രായപൂർത്തിയായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പല പ്രായത്തിലുള്ളവരാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, റസൂലുള്ള ഒരു കാര്യം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള മാനസികമായ നിലപാട് നമുക്കുണ്ടാവണം. അള്ള പറഞ്ഞതാണോ, അള്ള പഠിപ്പിച്ചതാണോ, ആ നിലപാട് ഞാൻ സ്വീകരിച്ചാൽ ഇദൻ ലാ യുളയ്യുനാ, അള്ളാഹു എന്നെ കൈവിടില്ല. എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാലും ആരൊക്കെ എതിർത്താലും എനിക്കെന്റെ റബ്ബുണ്ടെന്ന് പറയാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ അയാൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ ഉൾക്കൊള്ളുന്ന സാഹചര്യം വേണം. വമൻ യത്തഖില്ലാ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണോ അള്ളാഹു നിങ്ങൾക്കൊരു പോംവഴി ഉണ്ടാക്കും. വമൻ യത്തഖില്ലാ യജ്അൽ ലഹു ഫി അംരിഹി യുസ്റ, അവന്റെ കാര്യങ്ങളിൽ അള്ളാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഉത്കണ്ഠകളും ദുഃഖങ്ങളും അനുഭവിക്കുമ്പോൾ നാം ഓർക്കണം, അള്ളാഹു എന്നെ കൈവിടില്ല. കടബാധ്യതകളെ കുറിച്ച്, സാമ്പത്തിക ഞെരുക്കത്തെ കുറിച്ച് പരിതപിക്കുമ്പോഴും പ്രതീക്ഷയോടെ പറയാൻ സാധിക്കണം, അള്ളാഹു എന്നെ കൈവിടുകയില്ല. നമ്മുടെ മക്കളുടെ തലതെറിച്ച നിലപാടുകൾ കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് നല്ല തർബിയത്ത് നൽകുകയും ചെയ്യുമ്പോൾ പ്രതീക്ഷയോടുകൂടി പറയാൻ സാധിക്കണം, അള്ളാഹു എന്നെ കൈവിടുകയില്ല. അരപ്പട്ടിനെയും മുഴുപ്പട്ടിനെയുമായി ജീവിതത്തിന്റെ താളക്രമങ്ങൾ നഷ്ടപ്പെടുമ്പോഴും അള്ളാഹു എന്റെ ജീവിതത്തിൽ നിശ്ചയിച്ച ഹൈറുകൾ എനിക്ക് ലഭിക്കുമ്പോൾ അള്ളാഹു എന്നെ കൈവിടാത്ത കാലത്തോളം ഞാൻ പരാജയപ്പെടില്ലെന്ന നിലപാട് സ്വീകരിക്കുവാൻ മുസ്ലിം സമുദായത്തിന് സാധിക്കണം. സ്വച്ഛാധിപതികളുടെ ആക്രമണങ്ങൾ അവസാനിക്കാതെ മുന്നോട്ട് പോകുമ്പോഴും ഒരു ആശ്വാസത്തിന്റെ നാളെന്റെ ജീവിതത്തിൽ ദൈവിക സഹായത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഒരാൾ ജീവിക്കേണ്ടത്. ഹാജറ ബീവിയുടെ ചരിത്രം പകരുന്ന സന്ദേശം, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവരാണോ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം നൽകുമെന്നതാണ്. ആ പ്രതീക്ഷയായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. വല്ലാതെ പ്രയാസപ്പെടും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ചില ആളുകൾ പറയും, എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ കഴിച്ചിലാവുമെന്ന്. പ്രശ്നം എന്തൊക്കെയുണ്ടായാലും റബ്ബെന്നെ കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് ആശ്വാസം കിട്ടിയാൽ ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തേ റബ്ബെന്നെ കൈവിടിഞ്ഞതെന്ന് പറഞ്ഞു പോകുന്ന, ഈമാന് നഷ്ടപ്പെടുന്ന ആളുകൾ ഹാജറ ബീവിയുടെ ചരിത്രത്തെ കൃത്യമായി പഠനവിധേയമാക്കണമെന്നതാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. രണ്ടാമതായി ഹാജറ ബീവിയുടെ ചരിത്രം നമുക്ക് പകർന്നു നൽകുന്ന സന്ദേശം, ഒരു നല്ല ഭാര്യ അവരൊരു ഉമ്മയാകുമ്പോൾ ആ ഉമ്മ മക്കളെ തീറ്റ കൊടുത്ത് വളർത്തുക, അവർക്ക് ആവശ്യമായ വസ്ത്രം നൽകി വളർത്തുക, അവർക്ക് ആവശ്യമായ പഠന വിദ്യാഭ്യാസ സൗകര്യം നൽകി വളർത്തുക എന്നതിനപ്പുറത്തേക്ക് അവരെ നല്ല മുസ്ലിമീങ്ങളായി വളർത്തുക എന്ന ഒരു ബാധ്യത ഉമ്മമാരുടെ കീഴിലാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ജോലിക്ക് പോകാറുണ്ടെങ്കിലും ഒരു മഹാഭൂരിപക്ഷം എന്ന് പറയുന്നത് വീട്ടിലുള്ള പുരുഷന്മാരാണ് തൊഴിൽ തേടി പോകുന്നത്. സ്വാഭാവികമായും മക്കളോട് അടുപ്പമുള്ളത്, മക്കളോടൊപ്പം കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ഉമ്മമാരായിരിക്കും. നമ്മുടെ മക്കളുടെ ക്യാരക്ടർ രൂപപ്പെടുത്തുന്നതിൽ ഉമ്മയുടെ നിയന്ത്രണം, ഉമ്മയുടെ സ്വാധീനം അത് അവിതർക്കിതമാണ്. ആ നിലക്ക് നമ്മുടെ മക്കളെ നല്ല സ്വഭാവശുദ്ധിയുള്ള ആളുകളാക്കുക എന്നിടത്ത് ഹാജറ ബീവിയുടെ ചരിത്രം നാം ഗൗരവമായി ഓർക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഹാജറ ബീവിയും ഇസ്മായിൽ നബിയും മക്കയിലാണ്. ഇബ്രാഹിം നബി മക്കയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ ഈ മകനെ ബലിയിറക്കണമെന്ന ദൈവിക കൽപ്പന വരുമ്പോൾ ഇസ്മായിൽ എന്ന മകനോട് ഇബ്രാഹിം നബി അലിഹിസ്ലാം പറയുന്നത്, നിന്നെ അറുക്കണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന, നിനക്കെന്ത് പറയാനുണ്ട്? ആ സമയത്ത് ഇസ്മായിൽ നബി പറയുന്നത്, ഇത് റബ്ബ് പറഞ്ഞതാണോ, ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണോ, എങ്കിൽ താങ്കൾ അത് ചെയ്യുക, എനിക്കൊരു നിരാശയുമില്ല, എനിക്കൊരു സങ്കടവുമില്ല എന്ന സഹനത്തിന്റെ നിലപാട് സ്വീകരിക്കുവാൻ ഇസ്മായിൽ നബിക്ക് സാധിച്ചത് ഒരു നല്ല ഉമ്മയുടെ തർബിയത്ത് ലഭിച്ചത് കൊണ്ടാണ്, ഒരു ഉമ്മയുടെ ഏറ്റവും നല്ല ശിക്ഷണം ലഭിച്ചത് കൊണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമുദായത്തിലുള്ള നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ
വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കാര്യം മതത്തിൽ സ്ഥിരപ്പെട്ടതാണോ, അള്ളാഹുവിന്റെ ഖുർആനിലുള്ളതാണോ, സ്വഹീഹായ ഹദീസിലുള്ളതാണോ, ഇത് ദീനിന്റെ നിർദ്ദേശമാണോ എങ്കിൽ ഞാനത് സ്വീകരിക്കുമെന്ന നിലപാടാണ്. കുതർക്കങ്ങൾ പാടില്ല, നിഷേധങ്ങൾ പാടില്ല. അള്ളാഹുവിന് വഴിപ്പെടുക എന്ന ഉന്നതമായ നിലപാടിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുമ്പോഴാണ് ഉജ്ജ്വലമായ ആ ചരിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രകാശ ഗോപുരങ്ങളാകുന്നത്. മൂന്നാമതായി നാം ഓർക്കേണ്ടത് ഹാജറ ബീവിയുടെ ചരിത്രത്തിന്റെ ഏറ്റവും ശോഭയുള്ള ഒരു മേഖല. ഹാജറ ബീവി എന്നത് ഒരു രാജകുമാരി ആയിരുന്നില്ല, നാട്ടിലുള്ളവരുടെ മനസ്സുകളെ ഭ്രമിപ്പിച്ച സൗന്ദര്യ റാണിയായിരുന്നില്ല. ഭർത്താവ് എല്ലാവിധ സൗകര്യങ്ങളും നൽകി ഒരു രാജകുമാരിയെ പോലെ നോക്കിയ ആനന്ദങ്ങളുടെ കഥകൾ പറയാനുള്ള ഒരാളല്ല. ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക്, അവിടെ നിന്ന് മക്കയിലേക്ക് ഇങ്ങനെ നിരന്തരമായി പറിച്ചു നടപ്പെടുന്ന ഒരു ജീവിതമാണ്. ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ സുഖകരമായ സുന്ദരമായ മുഹൂർത്തങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. ഭർത്താവ് തനിച്ചാക്കി വിട്ടേച്ചു പോകുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയാണ്. പക്ഷേ ആ ഹാജറ ബീവിയുടെ ചരിത്രത്തിൽ കാണുന്നത് തന്റെ ഭർത്താവിനോട് കയർത്ത് സംസാരിക്കാത്ത, തന്റെ ഭർത്താവിനോട് കുത്തുവാക്കുകൾ പറയാത്ത ഒരു ഉത്തമ ഭാര്യയായിരുന്നു ഹാജറ ബീവി എന്ന് ചരിത്രം ബോധ്യപ്പെടുത്തുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, നരകത്തിൽ കൂടുതൽ സ്ത്രീകളാണ്. എന്തുകൊണ്ടാണ് അവർ സ്ത്രീകളെന്നോ, എന്തുകൊണ്ടാണ് അവർ നരകത്തിൽ അധികമെന്നോ? യക്ഫുർന, അവർ നിഷേധിക്കുന്നവരാണ്. സ്വഹാബിമാർ ചോദിക്കുന്നു, അയക്ഫുർന ബില്ലാ, അവർ അല്ലാഹുവിൽ നിഷേധിക്കുന്നവരാണോ, യുക്തിവാദികളാണോ, മതം വിട്ടെറിഞ്ഞവരാണോ? റസൂലുള്ളാഹി പറഞ്ഞു, യക്ഫുർന ബിൽ അശീർ, യക്ഫുർന ബിൽ ഇഹ്സാൻ. ഭർത്താവിനോടൊപ്പം ജീവിച്ച കാലത്ത് ഭർത്താവ് ചെയ്ത നന്മകളെ തള്ളിപ്പറഞ്ഞവരാണ് അവർ, അതിനാണ് അവർക്ക് ഈ ശിക്ഷ ലഭിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വലൗ അഹ്സൻത ദഹറ കുല്ല, കാലം മുഴുവൻ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് നന്മ ചെയ്താലും നിങ്ങളിൽ നിന്ന് അവൾ പ്രതീക്ഷിക്കുന്ന ഒന്ന് അവൾക്കെങ്ങാനും ലഭിക്കാതെ പോയാൽ ആ സമയത്ത് അവർ പറയുന്നൊരു വാചകം, മറഅയ്തു മിൻക ഖൈറുൻ ഖത്ത്, ഇന്ന് വരെ കല്യാണം കഴിഞ്ഞത് മുതൽ നിങ്ങളെ കൊണ്ട് എനിക്കൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല, നിങ്ങളെ എന്തിനു പറ്റും എന്ന് ചോദിക്കുന്ന ഭാര്യമാരുള്ളൊരു കാലത്ത് ലോകത്തിന്റെ പ്രവാചകന്റെ വാചകം നാം ഓർക്കണം. ഭർത്താവ് ചെയ്ത നന്മകളെ എന്തിന്റെ പേരിലാണെങ്കിലും, ഫ്രസ്ട്രേഷന്റെ പേരിലാണെങ്കിലും, പ്രഷർ കൂടിയതിന്റെ പേരിലാണെങ്കിലും അങ്ങനെ പറയുന്ന വാവിട്ട വാക്കുകൾ സഹോദരിമാരുടെ അതരങ്ങളിൽ നിന്ന് കടന്നു വരാൻ പാടില്ല എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്. അവിടെയാണ് ഹാജറ ബീവിയുടെ ചരിത്രം ജ്വലിച്ചു നിൽക്കുന്നത്. അവരുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകൾ ഇല്ലായ്മയുടെ, ബെല്ലായ്മയുടെ, വേദനകളുടെ, പരീക്ഷണങ്ങളുടെ നാൾവഴികളിൽ ആ ഭർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഉത്തമ ഭാര്യയായി, താങ്ങായി, തണലായി ചേർന്ന് നിന്ന ഒരു ഉത്തമ സഹോദരിയായി അവരുടെ ചരിത്രം നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹാജറ ബീവി നമുക്ക് ചരിത്രമാണ്. ലഖദ് കാന ലക്കും വഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹീമ വല്ലദീന മഅ എന്ന വിശുദ്ധ ഖുർആനിന്റെ വാചകം ഇബ്രാഹീമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, വിശുദ്ധ ഇസ്ലാമിന്റെ ഉന്നത മൂല്യങ്ങളെ നെഞ്ചിലേറ്റുന്നവരായി നമ്മൾ ജീവിക്കണം, അറിയണം. ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് തെറിയഭിഷേകം നടത്തുന്ന സെലിബ്രിറ്റികൾക്കോ, ജീവിതത്തിന്റെ കഷ്ടനഷ്ടങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്ന സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിനോ ഹാജറ ബീവിയുടെ ചരിത്രത്തിൽ മാതൃകയില്ല. അപ്രപാളികയിലെ നായകന്മാരുടെ നാട്യങ്ങളും അഭിനയങ്ങളും കണ്ട് കണ്ണുനീര് വാർക്കുന്നവർക്ക് ഹാജറ ബീവിയുടെ ചരിത്രത്തിൽ മാതൃകയില്ല. ജീവിതത്തിലെ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും കടന്നു വരുമ്പോൾ എനിക്ക് നശിച്ച ജീവിതം മടുത്തു എന്ന് പറയുന്നവർക്ക് ഹാജറ ബീവിയുടെ ചരിത്രത്തിൽ മാതൃകയില്ല. ഗർഭം ധരിക്കാത്തതിന്റെ പേരിൽ, കൈക്കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, ജീവിത
ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഒന്നിന് പിറകെ വന്നതിൻ്റെ പേരിൽ എനിക്ക് അള്ളാഹു എന്നോടൊരു നന്മയും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്നവർക്ക് ഹാജറ ബീവിയുടെ ചരിത്രത്തിൽ മാതൃകയില്ല. അവസാനം മക്കളോട് ദീന് പറയാത്ത, മക്കൾ ദീനിന് നിരക്കാത്തത് ചെയ്യുമ്പോൾ നാവുയർത്താത്ത ഉമ്മമാർക്ക് ഹാജറ ബീവിയുടെ ചരിത്രത്തിൽ മാതൃകയില്ല എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇതൊരു വികാരത്തിന്റെ സംസാരമല്ല. ദീൻ ഉൾക്കൊള്ളുന്ന വ്യക്തിയായി, ദീൻ ഉൾക്കൊള്ളുന്ന ദമ്പതികളായി, ദീൻ ഉൾക്കൊള്ളുന്ന മക്കളായി, ദീൻ ഉൾക്കൊള്ളുന്ന വീടകങ്ങളായി നമ്മുടെ വീടും പരിസരങ്ങളും ഉയർന്നു വന്നാൽ മാത്രമേ നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ ആനന്ദങ്ങൾ അർത്ഥപൂർണമാകൂ എന്ന തിരിച്ചറിവോടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുക എന്നത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ഷാഢ്യമായി, ജീവിതത്തിന്റെ ഏറ്റവും വലിയ അജണ്ടയായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മതത്തിൽ നിർബന്ധമായ നോമ്പും സുന്നത്തായ നോമ്പുകളുമുണ്ട്. അതോടൊപ്പം നോമ്പ് നിഷിദ്ധമായ ചില ദിവസങ്ങളുണ്ട്. വ്യത്യസ്ത ഹദീസുകളിൽ ഈ വിഷയത്തിൽ വന്ന നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വർഷത്തിലെ 5 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ പാടുള്ളതല്ല. ഒന്ന് ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ എന്ന് നമ്മൾ പറയുന്ന പെരുന്നാൾ ദിവസം. 2 ഈദുൽ അദ്ഹ അഥവാ ബലി പെരുന്നാൾ. പിന്നീടുള്ളത് അയ്യാമുത് തശ്രീഖാണ്, അഥവാ ബലിപെരുന്നാൾ കഴിഞ്ഞുള്ള 3 ദിവസം, ദുൽഹിജ്ജ 11, 12, 13. ആ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു പൊതുവായ നിർദ്ദേശം. സാധാരണ ചില ആളുകൾ അറബി മാസത്തിലെ അയ്യാമുൽ ബീദിൽ നോമ്പ് നോൽക്കുന്നവരുണ്ട്, 13, 14, 15 ദിവസങ്ങളിൽ. അത്തരം ആളുകൾ ദുൽഹിജ്ജ മാസത്തിൻ്റെ 13-ന് നോമ്പനുഷ്ഠിക്കാൻ പാടില്ല. കാരണം ആ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത് ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. ഒരുപാട് ഹദീസുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കാണാം. ഇമാം അബൂ ദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഒരു സംഭവം കാണാം. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് അടുക്കൽ ഒരു സഹോദരനുണ്ട്, വീട്ടിലാണ്. അദ്ദേഹം ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. ആ സമയത്ത് ഈ സുഹൃത്ത് പറഞ്ഞു, ഇന്നി സ്വായിം, എനിക്കിന്ന് നോമ്പാണ്, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കണില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ആ ഭക്ഷണം ഇയാളുടെ മുന്നിലേക്ക് വെച്ച് നീ ഇത് കഴിക്ക് എന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു പറയുമ്പോൾ അയാൾ വീണ്ടും ഇന്നി സ്വായിം, എനിക്ക് നോമ്പാണെന്ന് പറയുന്നു. ആ സമയത്ത് അദ്ദേഹം പറയുന്നു, കുൽ ഫഹാദിഹിൽ അയ്യാം അല്ലതി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമുറുനാ ബിഇഫ്താരിഹാ വയൻഹാന അൻ സിയാമിഹാ. ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് നോമ്പ് നോൽക്കുന്നത് പ്രവാചകൻ വിരോധിച്ചതും നോമ്പില്ലാത്തവരായി ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം കൽപ്പിച്ചതുമായ ദിവസങ്ങളാണ്. അതുകൊണ്ട് ഈ അയ്യാമുത് തശ്രീഖിന്റെ ദിവസം ദുൽഹിജ്ജ 11, 12, 13 നോമ്പ് അനുഷ്ഠിക്കാൻ പാടുള്ളതല്ല. നോമ്പ് നോറ്റിട്ടുണ്ട് അത് മുറിക്കണം എന്ന് സ്വഹാബിമാര് പരസ്പരം നിർദ്ദേശിച്ച ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം അയ്യാമുത് തശ്രീഖിന്റെ ദിവസങ്ങൾ കഴിഞ്ഞു എങ്കിലും ഇസ്ലാമിന്റെ ഒരു നിർദ്ദേശം, ഈ വിഷയത്തിലുള്ള നിലപാട്, അതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാവണം, ധാരണയുണ്ടാകണം എന്ന നിലക്ക് സൂചിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമികമായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിന്റെയും സ്വഹീഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ കൃത്യതയോടെ, വ്യക്തതയോടെ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചുറ്റുപാടുകളിൽ ഓരോ ദിവസം ഓരോ അപകടങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങളുടെ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. മരണപ്പെട്ടവരുടെ മരണമെന്ന അവരുടെ വിടവ് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് കെടുതി അനുഭവിക്കുന്ന അവരുടെ വീട്ടുകാർക്ക്, മരിച്ചവരുടെ മക്കൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹുവേ നീ ക്ഷമയും സഹനവും നൽകി ഈ പ്രതിസന്ധികളെ മറികടന്ന് ജീവിതത്തിന്റെ സാധാരണഗതിയിലേക്ക് തിരിച്ചു നടക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ.
അള്ളാഹുവേ, ജീവിതത്തിൽ ആകസ്മികമായ അപകടങ്ങളിൽ നിന്ന്, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകി, കാവൽ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഹലാലായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയുന്ന സന്തോഷവും കൺകുളിർമയും സമാധാനവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ, ജീവിതോപാധികളിൽ ഞങ്ങൾക്ക് നീ ഇണക്കവും സന്തോഷവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവരുടെ ജീവിതത്തിൻ്റെ ദോഷങ്ങൾ പൊറുക്കുകയും കർമ്മങ്ങൾ സ്വീകരിക്കുകയും അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹിലുകാരായി ഒരുമിക്കുവാൻ അള്ളാഹുവേ നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. രാജ്യത്തിനകത്തും പുറത്തും മുസ്ലിമായതിൻ്റെ പേരിൽ പീഡിതരായി കഴിയുന്ന പതിനായിരങ്ങൾ, ഫലസ്തീൻ അടക്കമുള്ള പ്രവിശ്യകളിൽ നിലവിളികളും രോദനകളുമായി കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവേ, അവരുടെ ജീവിതത്തിൽ ശാശ്വതമായ സമാധാനവും സന്തോഷവും നൽകി അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാൻ തൗഫീഖ് നൽകണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജ. اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك الرحمة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.